പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു പോസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ മുമ്പ് വിട്ടിട്ടുണ്ട്. അതാരും നിസ്സാരമായി അവഗണിച്ചു കളയരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. വിശുദ്ധമായ റമദാൻ മാസമാണ്. സ്വദഖ കൊണ്ടും സകാത്ത് കൊണ്ടും മുഖരിതമാകുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് നിങ്ങളുടെ അകമയിന്ന സഹായങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുക. ഒരിക്കലും തന്നെ വെറുതെയായി പോവുകയില്ല. അർഹമായ കൈകളിലേക്കാണ് എത്തുന്നത്. അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2013 വരെ വഹാബികൾക്കുള്ളിൽ ചില ചെറിയ പടലപ്പടക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ഒരുമിച്ചായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ വഹാബികൾക്കെല്ലാം 2013 വരെ മഹാന്മാരോടുള്ള സഹായാർത്ഥന ശിർക്കായിരുന്നു. ശിർക്കിന് ഉത്തരം കിട്ടുകയും ഇല്ലായിരുന്നു. വഹാബികൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എന്ന സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് അതിന് ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്തു. പക്ഷേ 2013 ശേഷം വഹാബികളുടെ മട്ടും ഭാവവും മാറി, തൗഹീദും മാറി. വഹാബികൾ ഭിന്നിച്ചു. വഹാബികൾ 8-10 കഷ്ണങ്ങളായി ചിന്ന ഭിന്നമായി കഴിഞ്ഞു. പിന്നെ അതാ കേൾക്കുന്നു, ദേവി, ദേവൻ, ഭൂതം, മരണമടഞ്ഞവർ, പിശാചുക്കൾ, ജിന്ന് ഇവകളോടുള്ള സഹായാർത്ഥനകൾക്ക് സിഹ്ർ എന്നാണ് പറയുക. ഇനി ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോവണ്ട. വിഷ്ണു നേതാവ് മാലിക് സലഫി തന്നെ പറയട്ടെ. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത തഫ്സീറാണ് അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവിയുടെ തഫ്സീറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ആ അമാനി മൗലവിയുടെ തഫ്സീറിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അമാനി മൗലവി ചുരുക്കി പറയാൻ, അതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്, മരണമടഞ്ഞവർ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും അടങ്ങിയിരിക്കും. അമാനി മൗലവി വ്യക്തമായി പറഞ്ഞു, സിഹിർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ, എന്താണ് സിഹിറിന്റെ ഉള്ളടക്കം. കേട്ടില്ലേ സഹോദരങ്ങളെ? മരണമടഞ്ഞവരോടുള്ള സഹായാർത്ഥന, ഭൂതങ്ങളോടുള്ള സഹായാർത്ഥന, ദേവീ ദേവന്മാരോടുള്ള സഹായാർത്ഥന, പിശാചുക്കളോടുള്ള സഹായാർത്ഥന, ഇവകൾക്ക് ഇപ്പൊ പേര് സിഹിർ എന്നാ പോലും. ഇങ്ങനെയാണ് പിന്നീട് വന്ന തൗഹീദ്. ആ സഹായാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്നും വഹാബികൾ പറഞ്ഞു. അമ്പമ്പോ പറയല്ലേ, ഉത്തരം കിട്ടുമെന്നല്ല, സിഹിർ ഫലിക്കുമെന്ന് പറ. ഓ, അങ്ങനെയാണോ? ഓക്കെ, എങ്ങനെയായാലും ആ സഹായാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് തന്നെയല്ലേ സഖാവേ? മാത്രവുമല്ല, ദേശഭാഷ വ്യത്യാസമില്ലാതെ, കാല സമയ വ്യത്യാസമില്ലാതെ ഒരു കോഴിമുട്ട, അല്ലെങ്കിൽ ഒരു ചീർപ്പ്, അല്ലെങ്കിൽ ഒരു മുടിക്കഷ്ണം, അല്ലെങ്കിൽ ഒരു കോഴിയുടെ തല, അല്ലെങ്കിൽ ഒരു ചെമ്പിന്റെ തകിട്, ഇവകളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് പിശാചിനെയോ ദേവിയെയോ ദേവനെയോ ഭൂതങ്ങളെയോ മരണമടഞ്ഞവരെയോ, അത് മഹാന്മാരല്ലെന്ന് പ്രത്യേകം ഓർക്കണം. ഒന്നുകിൽ വഹാബി നേതാക്കന്മാർ, അല്ലെങ്കിൽ കുപ്പസ്വാമിയുടെ ഫോട്ടോ എല്ലാം വഹാബികളുടെ കയ്യിൽ ഭദ്രമായുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ആയിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. പോവട്ടെ, ഇനി വഹാബി നേതാക്കന്മാരായിരിക്കാം, അമ്പിയാക്കളോ ഔലിയാക്കളോ അല്ല. അങ്ങനെ ഈ മുട്ടയിൽ ഈ മരണമടഞ്ഞവരെയോ ദേവീ ദേവന്മാരെയോ ഭൂതങ്ങളെയോ പിശാചുക്കളെയോ ആവാഹിച്ച് അവയെ പൂജിച്ച് കേരളത്തിലുള്ള ഒരു വഹാബിയുടെ വിഷ്ടൻകാരനായാലും ശരി, കേന്ദ്രമുകാരനായാലും ശരി, ആരുടെയെങ്കിലും വീട്ടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ടാൽ ആ കുഴിച്ചിട്ട കോഴിമുട്ട അതിലാവാഹിച്ച് ഈ വഹാബി പൂജിച്ച ദേവനോ ദേവിയോ ഭൂതങ്ങളോ പിശാചിനോ മരണമട
മരണമടഞ്ഞവർക്കോ വഹാബി ആരെയാണോ ഈ കോഴിമുട്ടയിൽ ആവാഹിച്ച് പൂജിച്ചിട്ടുള്ളത് ആ ആരാധ്യ വസ്തുവിന് അങ്ങകലെയുള്ള അമേരിക്കൻ പ്രസിഡന്റിനെ വരെ, ഏതൊക്കെ രാജ്യത്തുള്ള ഏതൊക്കെ പ്രധാനമന്ത്രിയെ, ഏതൊക്കെ രാഷ്ട്രപതിമാരെ, ഏതൊക്കെ ഭരണാധികാരികളെ അവരുടെ ഭരണം തകർത്ത് അവരെ ഒന്നുമല്ലാതാക്കി കളയണോ അതിനൊക്കെ ഈ ഒരു കോഴിമുട്ട കൊണ്ട് പറ്റുമെന്നാണ് വഹാബികൾ വിശ്വസിക്കുന്നത്. വഹാബികൾ 2013 കൊണ്ടുവന്ന പുതിയ തൗഹീദ്. അതുകൊണ്ട് തന്നെയാണ് വഹാബികളോട് ഞാൻ ഈ അപേക്ഷ സമർപ്പിക്കുന്നത്. BJP ഗവൺമെന്റാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പൗരത്വ നിയമ ബില്ല് വന്നു. അതോടൊപ്പം ഏക സിവിൽ കോഡ് വരും. ഭരണത്തിൽ അഴിമതിയുണ്ട്. സാധനങ്ങൾക്കൊക്കെ വലിയ വിലക്കയറ്റമാണ്. ഇതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യ രാജ്യത്തുള്ള പൗരന്മാർ ഇത്രയധികം ദുരിതത്തിലായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി ഒരു കോഴിമുട്ട, ഒരു ചീർപ്പ്, ഒരു ചെമ്പിന്റെ തകിട്, അത്രയല്ലേ വഹാബികൾക്ക് ആവശ്യമുള്ളൂ. വേണമെങ്കിൽ 100-500 രൂപയും ഞാൻ തരാം. അത്രയൊന്നും വില കോഴിമുട്ടക്കും ചീർപ്പിനും ചെമ്പിന്റെ തകിടിനും കോഴിയുടെ തലക്കൊന്നും ഇല്ലല്ലോ. പോവട്ടെ, ഒരു 500 റുപ്യ ഞാൻ തരാം. എന്നാലും വേണ്ടില്ല, നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു ജിന്നിനെ, ഏതെങ്കിലും ഒരു പിശാചിനെ, ഏതെങ്കിലും ഒരു ദേവീ ദേവനെയോ, ഏതെങ്കിലും ഒരു ഭൂതത്തെയോ, ഏതെങ്കിലും ഒരു മരണമടഞ്ഞവരെയോ ആവാഹിച്ചുകൊണ്ട് പൂജിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ സഖ്യത്തെ വിജയിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വഹാബികളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഈ സഹായം അത് വലിയൊരു സഹായമാണ്. നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ അവകാശപ്പെടുകയും ചെയ്തതാണ്. ഞങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരന് വേണ്ടിയും നിങ്ങളത് ചെയ്യണമേ എന്ന് വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതിനുവേണ്ടി വേണമെങ്കിൽ വഹാബികൾ അങ്ങനെ ഒരു നിബന്ധന വെച്ചാൽ 1 ലക്ഷമാണോ, 2 ലക്ഷമാണോ, 3 ലക്ഷമാണോ ഒപ്പ് ശേഖരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ വിഷയത്തിൽ വേണ്ടത് ചെയ്തു കൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. കേൾക്കുന്ന നിങ്ങളൊക്കെ ഞാൻ ഒപ്പ് ശേഖരണം നടത്താൻ നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ഒപ്പിട്ട് തരില്ലേ? കാരണം വലിയ വിഷമത്തിലാ നമ്മള്. എത്ര വേണമെങ്കിലും ഒപ്പ് ഞാൻ ശേഖരിച്ചു കൊണ്ട് തരാം, നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും. എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഈ ഒരു ഉപകാരം ചെയ്തു തരണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ മറുപടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ വഹാബികളെ കുഴപ്പത്തിലാക്കരുത് കേട്ടോ. ശിർക്കിന് ഉത്തരം കിട്ടൂലെന്ന് സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത് ഓതിയിട്ട് 2013 വരെ ഞങ്ങളെ പിന്നാലെ നിങ്ങൾ വന്നിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ ശിർക്കിന് ഉത്തരം കിട്ടുമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം കടങ്കഥയിലും വഹാബികളുടെ കഥയില്ല കഥയിലും ചോദ്യമില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.